ഗുഡ് ഈവനിങ് ടീച്ചർ. ഗുഡ് ഈവനിങ്. പുതിയൊരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാമോ? ആർക്ക്? ഈ കുട്ടിക്ക് തന്നെ. ശരി, എന്താ കാര്യം? നായികയുടെ മുഖമോ കാണാൻ പറ്റുന്നില്ല, ശബ്ദമെങ്കിലും കേൾക്കാമെന്ന് കരുതി ഫോൺ ചെയ്തു. ഫോൺ ഔട്ട് ഓഫ് ഓർഡർ. നലൻ ദമയന്തിക്ക് ഹംസത്തെ ദൂത് അയച്ചതുപോലെ ചേട്ടൻ എന്നെ ദൂത് അയച്ചിരിക്കുന്നു. ഇതാ പ്രേമലേഖനം, പൊട്ടിക്കൂ, വായിക്കൂ. എന്താ സംശയം? സത്യമായിട്ട് ഞാൻ പൊട്ടിച്ച് വായിച്ചിട്ടില്ല. വരട്ടെ. പൊട്ടിക്കില്ല. എന്താ? ഒരു അബദ്ധം പറ്റി. എന്റെ ചേട്ടന്റെ ലീവ് ലെറ്റർ, എന്റെ ചേട്ടന്റെ ലവ് ലെറ്റർ ഇതിൽ വെച്ചിട്ട് എന്റെ ലീവ് ലെറ്റർ ആണ് എനിക്ക് തന്നത്. അയ്യോ, ഈ ലവ് ലെറ്റർ ടീച്ചർക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ അവരെ പ്രേമിക്കുന്നെന്നും പറഞ്ഞ് അവർ യുദ്ധത്തിന് വന്നേനെ. താങ്ക് ഗോഡ്. ഞാൻ വരട്ടെ ചേട്ടത്തി. നിന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയുണ്ട്. എന്ത് ചെയ്യാം, അങ്ങനെ ആയിപ്പോയില്ലേ. ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ അറ്റാക്ക് വരും. അതും വാസ്തവം, നിന്റെ കയ്യിലല്ലേ. പിന്നെ ഹാർട്ട് ലിവർ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പ്രേമിക്കാൻ വരുമ്പോ കുറച്ച് ധൈര്യം വേണം. അയ്യോ, ചോര. ആശേ, അന്നവൻ നിന്നെ അടിച്ചു, നീ വെറുതെ വിട്ടു. ഇന്നതിന്റെ റിയാക്ഷൻ കണ്ടോ? സ്വന്തമാരുടെ പണി. നാണക്കേട് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തിനിതെല്ലാം ചെയ്തു? എനിക്ക് വാശിക്ക് ഒരു ചെറിയ ഉടക്കുണ്ട്. ആശ ഡൗൺ ഡൗൺ, കിക്ക് ഹർ ഡൗൺ. അയ്യോ, എന്റെ രക്തം തിളച്ചു കയറുന്നു. എടാ ദ്രോഹി, നീയാണ് ഇതൊക്കെ കാരണം. നിന്നെ ഞാൻ തൂങ്ങുകളയും, പിച്ചി ചിന്തിക്കളയും. അയ്യോ, ഇനി ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? ഞാനൊരു മുൻകോപിയാണ്, പക്ഷേ അമ്മപെങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ്. സ്ത്രീവർഗത്തെ എല്ലാം നിങ്ങൾ അവമാനിച്ചു കളഞ്ഞല്ലോടാ മഹാപാവികളെ. ഇതിലും ഭേദം എന്നെ തല്ലിക്കൊന്ന് അതിന്മേൽ കെട്ടിത്തൂക്കാമായിരുന്നില്ലേ? അയ്യോ, അതുകൊണ്ടാണ് ബനിയൻ കെട്ടി തൂക്കിയിരിക്കുന്നേ. നിർത്തലാ പീറേ, നിർത്തിയേക്കാം. ആശേ, മൈ ഡിയർ സിസ്റ്റേഴ്സ്, എന്നോട് ക്ഷമിക്കൂ. ഞാനും കൂടി പിടിക്കാം. ആൾക്കൊന്ന് പിടിച്ചില്ല. എന്നോട് ക്ഷമിക്കൂ. എന്നോട് ക്ഷമിക്കൂ. നിർത്തടാ. ക്ഷമിച്ചു. ആശേ, നിന്നെ ഈ ഇലക്ഷന് പരാജയപ്പെടുത്താൻ വേണ്ടി യവന്മാർ ചെയ്തൊരു ചതിയാണിത്. പക്ഷേ ഞാനത് സമ്മതിക്കില്ല. നീ ഈ ഇലക്ഷന് ജയിക്കുന്നത് വരെ എനിക്കൂണില്ല, ഉറക്കമില്ല, മറ്റൊന്നുമില്ല. എന്താണിത്? എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതിന്റെ അജയന്റെ പണിയായിരിക്കില്ല ഞാൻ വിചാരിച്ചത്. ഇപ്പൊ സംഗതി മാറിയല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, ആ പാലക്കാട്ട് സ്വാമി ചെയ്തതായിരിക്കും. കറക്റ്റ്. സ്വാമി മുമ്പിലും പുറകിലും പടം വരച്ചു വെച്ചോണ്ട് പൂരപ്പാട്ട് പാടിയത് കേട്ടില്ലേ? വരട്ടെ, വെച്ചിട്ടുണ്ട്. ചുമ്മാതിരിക്കടി, പുറത്തു വരട്ടെ. അയാളുടെ മുണ്ട് അഴിച്ചെടുക്കണം. ചേച്ചേ, അവർ ഇൻഡീസൻസി കാണിച്ചെങ്കിലും വൈ ഷുഡ് വി ഓൾസോ ബി ഇൻഡീസന്റ്? ദേവി, നമ്മളെല്ലാം ജയനെ തെറ്റിദ്ധരിച്ചു. റിയലി ഹിസ് എ ജെന്റിൽമാൻ. അയാൾ എനിക്ക് വേണ്ടി ഇലക്ഷന് നിൽക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, വോട്ട് ഫോർ ജയൻ. എന്താണെന്നും മിണ്ടായിരിക്കുന്നത്? വോട്ട് ഫോർ ജയൻ. ഇതാണ് പോളിറ്റിക്സ്. പോളിറ്റിക്സോ? പോളിറ്റിക്സിന്റെ ട്രിക്സ്. തടി അനങ്ങാതെ സീറ്റ് പിടിച്ചത് കണ്ടോ? എടേ, നീ കിങ്ങടേ. ഇല്ല, ഞാൻ വെളിയിൽ വരില്ല. പുറത്തു വന്നാൽ ആ പെൺകുട്ടികൾ എന്നെ മുണ്ടഴിച്ചെടുക്കും. എനിക്കെന്താ കൃഷ്ണഭഗവാനാ ഉള്ളത് പുതിയത് വാങ്ങിത്തരാൻ? അപ്പോ ഞാൻ വരട്ടെ. എന്താ ഈ നടന്നാ പോന്ന്? അല്ല, അടുത്ത സ്റ്റോപ്പിനെ കയറുന്നുള്ളൂ. അപ്പൊ ഞാൻ വരട്ടെ.
ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അമ്പലത്തിൽ പോണം. വെള്ളിയാഴ്ച തോറും എന്താ ഒരു അമ്പലപ്രേമം. ആഴ്ചയിൽ ഒരു ദർശനമെങ്കിലും നടത്തിയില്ലെങ്കിൽ എന്റെ ഭഗവാൻ പിണങ്ങും. ഏത് ഭഗവാന്? 82-ൽ ഇങ്ങനൊരു ഭഗവാനോ? എനിക്ക് ആ ഭഗവാനൊന്ന് കാണണല്ലോ. അയ്യോ വേണ്ട, ആളൊരു ചൂടനാ. തൃക്കണ്ണ് തുറന്നാൽ നമ്മൾ ഔട്ട്. നിന്നെ ഇനി ഒരിക്കൽ കൊണ്ടുപോവാ. വരട്ടെ. ഇവൾ എവിടെയോ കുടുങ്ങിയിട്ടുണ്ട്. ഏയ് സോറി, കാത്തിരുന്ന് മടുത്തോ? അതെ, ജീവിതത്തിൽ ഏറ്റവും വലിയ ടെൻഷൻ ഏതെന്നറിയാമോ? ഏതാ? കാമുകിക്ക് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ്. അങ്ങനെയോ? ആട്ടെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് ആരാണെന്നറിയാമോ? ആരാ? പ്രേമിക്കുന്ന പെൺകുട്ടികൾ. അതെങ്ങനെ? നിങ്ങൾ ആണുങ്ങൾ എവിടെ പോകുന്നുവെന്ന് ആരോടും പറയണ്ട. ഞങ്ങൾ അങ്ങനെയാണോ? പിന്നെ നുണ പറഞ്ഞിട്ട് വേണ്ടേ പുറത്തു വരാൻ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കാം. കൂട്ടുകാരിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു 6 നുണ. ഇനി വീട്ടിൽ ചെന്നാൽ താമസിച്ചതിന് അമ്മയോടൊരു 7 നുണ. 81-ൽ യമലോകത്തിലെ ചിത്രഗുപ്തന്റെ കണക്കിൽ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് ഞാനായിരിക്കും. അവിടെ എനിക്ക് കിട്ടുന്നത് നരകമായിരിക്കും. തൊട്ടടുത്ത് സ്വർഗമുള്ളപ്പോൾ നരകത്തെ പറ്റി എന്തിനു ചിന്തിക്കണം? ഓ, ഒന്ന് ചിരിച്ചാ മതി. ഓ, ഒന്ന് തൊടാൻ പോലും സമ്മതിക്കില്ലല്ലോ. ഓ, വല്ലവരും കാണും. ആ, ഇനി ആരും കാണാതെ ഇതൊക്കെ ചെയ്യണമെങ്കിലേ അങ്ങ് ചന്ദ്രമണ്ഡലിൽ തന്നെ പോണം. അവിടെ ആള് പോയല്ലോ. എവിടെയൊക്കെ അന്വേഷിച്ചടാ? ആ സേർത്തിങ്ങതാ. എന്താ ആളെ കാണാനില്ലല്ലോ. പരീക്ഷയ്ക്ക് പഠിക്കാതിരിക്കും. പരീക്ഷ മണ്ണാൻ കേട്ട. ഇപ്പോഴെന്റെ ലക്ഷ്യം ഹൗ ടു ക്യാപ്ചർ അവർ കോളേജ് ക്ലിയോപാട്ര. ആ, അതിന് ഈ ജൂലിയസ് സീസർ എങ്ങനെ തെരുവിലറിഞ്ഞാൽ എങ്ങനെ ആക്കും? എടാ പട്ടരെ, ഈ ജൂലിയസ് സീസറെ അങ്ങനെയും കൊച്ചാക്കാതെ. ഇന്ന് അവളുടെ വീട്ടിൽ പോയിട്ടേ ഉള്ളു കാര്യം. അതെങ്ങനെ? ആ ചെവി ഇങ്ങതാ, ഇതാ എടുത്തുക്കോ. It's marvelous, beautiful, ഹലോ ജയ്, fantastic. പ്ലീസ് കം. It's okay. ഇരിക്കൂ. It's all right. Many happy returns of the day. ബർത്ത്ഡേയോ? ആർക്ക്? ആശയ്ക്ക്. എടി, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ? എന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഒന്ന് ചുമ്മാ ഇരിക്കും. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സ്വാമി പറഞ്ഞു. സ്വാമി? ഹലോ ആശയോ, ഞാനാക്കും സ്വാമി. ഭഗവാനല്ല, പാലക്കാട് സ്വാമി. ആ, എന്താ ജയൻ ഒക്കെ കൊണ്ടുവന്നില്ലേ? ഇതൊക്കെ നിങ്ങളുടെ വിലയാണല്ലേ? ഇന്ന് ഏപ്രിൽ 1 ആരെയാവത് ഫൂൾ ചെയ്യണ്ടേ? അതാക്കും ഞാൻ അവനെ അയച്ചത്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് സ്വാമി നിങ്ങളെ ശരിക്കൊന്ന് പറ്റിച്ചു. പിന്നെ ഇന്ന് തീയതി ഏതാണെന്ന് സാറിനറിയാമോ? ഏപ്രിൽ 1. അതാ ഫൂളായത്. I'm sorry. That's all right. Thanks.